വിശുദ്ധ ബൈബിളിൽ ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ കനാനിലേക്കുള്ള യാത്രയിലാണ്. മോശയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ മോശ കനാനിലേക്ക് 12 പേരെ തെരഞ്ഞെടുത്ത് അയക്കുക. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ ഗോത്രത്തിൽ നിന്നും യോഗ്യരായ മിടുക്കന്മാരായ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് അയക്കുന്നു. ഈ 12 പേരും ദേശം ഉറ്റുനോക്കി തിരിച്ചു വന്നു. 12 പേരിൽ 10 പേരും പറഞ്ഞു, ദേശമൊക്കെ അടിപൊളിയാ, നന്നാണ്, സൂപ്പറാണ്. പക്ഷെ ഒറ്റ പ്രശ്നം, നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. കാരണം പ്രതിസന്ധികളുണ്ട്, ശത്രുക്കളുണ്ട്, നമുക്കത് ഒരു കാരണവശാലും നേടാൻ കഴിയത്തില്ല. അവർ പറഞ്ഞത് പട്ടണങ്ങളിലുള്ള ഒരു ബലവാന്മാരാണ്, ഉറപ്പും വലിപ്പവും ഉള്ളതാണ്, അനാക്യ മല്ലന്മാരുണ്ട്. ഇങ്ങനെ ഒത്തിരി പരാതികൾ അവർ പറഞ്ഞ് 10 പേരും പിന്മാറിയപ്പോൾ 2 പേർ ആരൊക്കെയാണെന്നറിയാമോ? നൂന്റെ മകൻ ജോഷുവയും അല്പം പ്രായമുള്ള കാലേബും ഒരുമിച്ച് പറഞ്ഞു, ജനത്തെ അടക്കി മിണ്ടരുത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. ദൈവത്തെ നമ്മിൽ പ്രസാദമുണ്ടെങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, സംഖ്യാപുസ്തകം 14-8 വാക്യത്തിൽ പറയുക, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവൻ നമ്മളെ കൊണ്ടുചെന്ന് അത് നമുക്ക് തരും. എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ, അസാധ്യമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരുവൻ പറയും, സാധ്യമാണ്, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ. അതാണ് ഒരു ദൈവവിശ്വാസിയുടെ കോൺഫിഡൻസ്. ഐ ക്യാൻ ഡു എവറിത്തിങ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കഴിയും. ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിയും, ഏത് പർവ്വത സമാനമായ പ്രശ്നത്തെയും നേരിടാൻ കഴിയും, കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ. ഈ 2 പേര്, കാലേബും യൗവനക്കാരനായ യോശുവയും പറഞ്ഞു, അതെ, നമുക്ക് കഴിയും, എപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. കാലേബിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന, അവൻ വ്യത്യസ്ത ആത്മാവുള്ളൊരു മനുഷ്യനാണ്. ഈസ് എ മാൻ വിത്ത് എ ഡിഫറന്റ് സ്പിരിറ്റ്. അതായത് അസാധ്യമെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും കാലേബ് പറയും, സാധ്യമാണ്. അതെ, നിങ്ങളൊരു കാലേബാണ്, നിങ്ങളൊരു യോശുവയാണ്. എല്ലാവരും അസാധ്യമെന്ന് പറയുമ്പോൾ, നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, വഴി അടഞ്ഞെന്ന് പറയുമ്പോൾ, ഈ രോഗം മാറത്തില്ലെന്ന് പറയുമ്പോൾ, കാലേബിനെ പോലെ യോശുവെ പോലെ പറയണം, കഴിയും. എപ്പോൾ? ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ, കർത്താവ് എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ജയിക്കും. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്കുണ്ടാകട്ടെ. കനാനിലേക്കുള്ള യാത്ര തുടരുക. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ നമുക്കറിയാം, 2 പേര് മാത്രമേ കനാനിലെത്തിയുള്ളൂ. ആരൊക്കെയാണെന്നറിയാമോ? വിശ്വസിച്ച കാലേബും യോശുവയും മാത്രം. ബാക്കി ആരും കനാനിലേക്ക് പ്രവേശിച്ചില്ല. നമ്മൾ എപ്പോഴും അറിയേണ്ടത്, വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവപ്രവൃത്തി അനുഭവിക്കാനും അത് അനുഭവിച്ചറിയാനും കഴിയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വാസം, അതാണല്ലോ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് നേടുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ ക്ഷീണിച്ചു പോയെങ്കിൽ വിശ്വാസം കൂടുതൽ വർദ്ധിക്കട്ടെ. നിങ്ങൾ കർത്താവിനോട് പറ, കർത്താവ് എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. അസാധ്യമെന്ന് എല്ലാവരും പറയുന്നു, എന്റെ കുടുംബക്കാരെല്ലാവരും പറയുന്നു അസാധ്യമെന്ന്, ഡോക്ടർമാർ പറയുന്ന അസാധ്യമെന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു സാധ്യമാണെന്ന്. എങ്ങനെ? എന്റെ ദൈവത്താൽ സാധ്യം. മറിയോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ ഒരു മകനെ പ്രസവിക്കും. അവൾ പറയുന്നു, എങ്ങനെ? കന്യകയായി ഞാൻ എങ്ങനെയാണ് മകനെ പ്രസവിക്കുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം അവളിലേക്ക് ഇറങ്ങി വന്നു. അന്ന് അവൾ ചോദിച്ചു, എങ്ങനെ സാധ്യമാകുമെന്ന്. എന്നാൽ അവൾ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ ആ യേശു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ, മറിയുടെ ഉദരത്തിൽ ഉരുവായി. വിശ്വസിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഉണ്ടാകുക. ലോകം പറയും അസാധ്യമെന്ന്. ഇന്ന് ലോകം മുഴുവൻ മറിയെ നോക്കി പറയുന്നു, എങ്ങനെ സാധ്യമായി? വിശ്വാസത്താൽ സാധ്യമായി. കുഞ്ഞുങ്ങളില്ല, ഇനി സാധ്യതകളില്ലെന്ന് ലോകം പറയുമ്പോൾ, ഡോക്ടർ പറയുമ്പോൾ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും മാറ്റാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കാൻ തയ്യാറാകുക, ആഴത്തിൽ വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക, പിന്മാറാതെ വിശ്വസിക്കുക. ഹോൾഡ് ഓൺ ടു ഹിം. അവനെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ആഴത്തിലേക്ക് വളരട്ടെ. അതെ, അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞപ്പം കാലേബും യോശുവയും പറഞ്ഞു, സാധ്യമാണ്. അതെ, സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. കാലേബിന്റെയും യോശുവയുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വാർദ്ധക്യത്തിൽ അബ്രഹാമിന് മകനെ കൊടുത്ത അബ്രഹാമിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. വ്യത്യസ്തമായ ഒരാത്മാവോടെ അസാധ്യമെന്ന് ലോകം പറയുമ്പോൾ കാലേബിനെ പോലെ വിളിച്ചു പറ, എന്റെ ദൈവത്താൽ സാധ്യമാണ്. യോശുവ പോലെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പറ, എന്റെ ദൈവത്താൽ സാധ്യമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും, അത്ഭുതം ചെയ്യും. നിങ്ങളത് അനുഭവിച്ചറിയും. അതിന് കർത്താവ് കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ
നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0796010203.